വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SLK സൂപ്പർ ലീഗ് കേരള ആരംഭിക്കാൻ പോവുകയാണ്. നാളെ 8 മണിക്കാണ് സൂപ്പർ ലീഗ് കേരള സീസൺ 2 ആരംഭിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ ഇട്ട് SLK ഉദ്ഘാടന മത്സരം രണ്ടാമത്തെ സീസണിലെ ഉദ്ഘാടന മത്സരം നടക്കാൻ പോകുന്നത് 8 മണിക്കായിരിക്കും. കാലിക്കറ്റ് EMS സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക. കാലിക്കറ്റ് വേഴ്സസ് ഫോർസ കൊച്ചി ആയിരിക്കും മത്സരം. അതായത് കഴിഞ്ഞ സീസണിലെ ഫൈനൽ ടീമുകൾ തന്നെയാണ് നാളത്തെ മത്സരത്തിലും ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് ചില ടീമുകളുടെ പ്രധാനപ്പെട്ട താരങ്ങളെന്ന് പരിചയപ്പെടാം. പിന്നെ നമുക്ക് തൃശ്ശൂർ മാജിക് FCയുടെ ടീമിലെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. അസിസ്റ്റൻറ്റ് കോച്ചായി വരുന്നത് മലയാളി പരിശീലകനായിട്ടുള്ള ജോപ്പൽ എഞ്ചേരിയാണ്. കമൻറ്റേറ്റർ കൂടിയാണ് അദ്ദേഹം. അതായത് നോക്കുകയാണെങ്കിൽ ലെന്നി റോഡ്രിഗസ് FC ഗോവയ്ക്കും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനും വേണ്ടി ജേഴ്സി അണിഞ്ഞിട്ടുള്ള താരമാണ്, ISL താരമാണ്. മറ്റൊരു താരം എന്ന് പറയുന്നത് ലക്ഷ്മികാന്ത് കട്ടിമണിയാണ്, ഗോൾ കീപ്പറാണ്, ISL എക്സ്പീരിയൻസ് ഗോൾ കീപ്പറാണ്. 2021 ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കയറിയ സമയത്ത് ഹൈദരാബാദ് ജേഴ്സിയിൽ എതിർ ടീം ഹൈദരാബാദ് ജേഴ്സിയിൽ ഗോൾ കീപ്പറായിരുന്നത് ലക്ഷ്മികാന്ത് കട്ടിമണിയായിരുന്നു. അതിന് പ്രധാന പങ്ക് വഹിച്ച ഹൈദരാബാദ് ഗോൾ കീപ്പറായിരുന്നു. അവർക്ക് കപ്പ് നേടിക്കൊടുക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് ലക്ഷ്മികാന്ത് കട്ടിമണിയായിരുന്നു. അദ്ദേഹവും തൃശ്ശൂർ മാജിക് FCയിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ അനൗൺസ്മെൻറ്റ് വന്നത്. വീഡിയോ കോച്ചിങ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ ISLലേക്ക് പ്രൊമോഷൻ നേടിയിട്ടുള്ള, കഴിഞ്ഞ സീസണിൽ ISL കളിച്ചിട്ടുള്ള മുഹമ്മദൻ സൂപ്പർ ജയൻസിൻ്റെ കോച്ചായിട്ടുള്ള ആൻഡറി ആണ് അവരുടെ നമ്മുടെ തൃശ്ശൂർ മാജിക് FCയുടെ പരിശീലനമായി വരുന്നത്. അടുത്തതായി നമുക്ക് കാലിക്കറ്റ് FCയുടെ ടീമിനെ നോക്കാം. ബേസിൽ ജോസഫാണ് ടീമിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ബേസിൽ ജോസഫിൻ്റെ ടീമായിട്ടുള്ള കാലിക്കറ്റ് FC മൊത്തത്തിൽ ബേസിൽ ജോസഫ് എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെയല്ല. ബേസിൽ ജോസഫ് ടീം ഒരു പങ്കാളിയാണ് കാലിക്കറ്റ് FCയുടെ. അദ്ദേഹത്തിൻ്റെ ടീം കാലിക്കറ്റ് FCയുടെ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ കാലിക്കറ്റ് FCയിലെ ISL താരങ്ങളായിട്ടുള്ള പ്രശാന്ത് മോഹൻ, ചെന്നൈ FC, പഞ്ചാബ് FC, കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ക്ലബ്ബുകളിൽ കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാലിക്കറ്റ് താരം കൂടിയായിട്ടുള്ള, കാലിക്കറ്റിൽ ആണ് അദ്ദേഹത്തിൻ്റെ വീട്, താരമായിട്ടുള്ള പ്രശാന്ത് മോഹൻ. അതുപോലെ തന്നെ 3 അർജൻറ്റീനിയൻ താരങ്ങൾ കൂടി ഈ സീസണിൽ കാലിക്കറ്റ് FCയോടൊപ്പം ഉണ്ട് എന്നാണ് എടുത്തു പറയാനുള്ളത്. FCയുടെ കോച്ചിൻ്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല, കാരണം തെറ്റിപ്പോകാനുള്ള സാധ്യത 100%. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ കീഴിലുള്ള മലപ്പുറം FCനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എടുത്തു പറയാൻ ഹൈലൈറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ പല ടീമിൻ്റെയും നമ്മൾ നോക്കി പോകുന്നത്. പല താരങ്ങളെയും വിട്ടുപോകാം, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരങ്ങൾ മാത്രമാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിയപ്പെടുന്ന താരങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും പറയാത്തത് വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകുന്നുള്ളതുകൊണ്ട് മാത്രമാണ്. എനിക്ക് താല്പര്യമുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. മലപ്പുറം FCയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരം റോയ് കൃഷ്ണയാണ്. ISLൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ISLിലെ ഏറ്റവും ടോപ്പ് സ്കോറർ നിൽക്കുന്ന താരങ്ങളിൽ ഒരാളാണ്. ഔക്ക് ബച്ചെ, റോയ് കൃഷ്ണ, സുനിൽ ഛേത്രി താരങ്ങളിൽ റോയ് കൃഷ്ണയാണ് ഇപ്പോൾ മലപ്പുറം FCയിൽ ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. റോയ് കൃഷ്ണ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. ISL ഫുട്ബോൾ കാണുന്ന എല്ലാവരും പറയുന്നതായിരിക്കും. റോയ് കൃഷ്ണ അവസാനമായി കളിച്ചത് ഒഡീഷ FCയിലാണ്. അതുപോലെ തന്നെ പിന്നെ മോഹൻ ബഗാനിൽ കളിച്ചിട്ടുണ്ട്, ATKയിൽ കളിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ്. ഓസ്ട്രേലിയൻ A ലീഗിൽ കളിച്ചിട്ടുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മികച്ചൊരു താരം കൂടിയാണ്. മലപ്പുറം FC സഞ്ജു സാംസന്റെ കീഴിൽ ഇറങ്ങാൻ പോകുന്നത്. അതുതന്നെ ഫോർസ കൊച്ചിയാണ്. ഫോർസ കൊച്ചി പൃഥ്വിരാജിൻ്റെ കീഴിലുള്ള ഒരു ടീമാണ്. എടുത്തു പറയേണ്ടത് കഴിഞ്ഞാൽ മികച്ചൊരു ഇന്ത്യൻ സ്ക്വാഡും മികച്ചൊരു വിദേശ സ്ക്വാഡുമായിട്ട് ഇറങ്ങുന്ന ഒരു ടീമാണ് ഫോർസ കൊച്ചി എന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ റണ്ണേഴ്സപ്പാണ്, ഫൈനലിലെ റണ്ണേഴ്സപ്പ് കൂടിയാണ് ഫോർസ കൊച്ചി. പൃഥ്വിരാജിൻ്റെ കീഴിലാണ് ഇറങ്ങുന്നത്. വളരെ മികച്ചൊരു ടീം തന്നെയാണ് ഈ സൂപ്പർ ലീഗ് കേരളയിൽ അവർ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. മികച്ചൊരു ടീമിൽ തന്നെയാണ്. പല പ്ലേയേഴ്സിനെയും എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പ്ലേയേഴ്സിൻ്റെ പേര് പറയാത്തതിന് ക്ഷമ ചോദിക്കുന്നു. തിരുവനന്തപുരം കൊമ്പൻസാണ്. അവരെ എടുത്തു പറയുകയാണ് കോഓപ്പറേറ്റഡ് ബ്രാൻഡ് ഇതായിട്ടുള്ളത് നമ്മുടെ ശശി തരൂരാണ് വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളത്. എടുത്തു പറയുകയാണെങ്കിൽ ബ്രസീലിയൻ സ്റ്റൈലായിട്ടാണ് SLKയിലെ ഒരു ബ്രസീലിയൻ ടീം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു തിരുവനന്തപുരം തന്നെയാണ്. കാരണം അത്രയും ബ്രസീലിയൻ താരങ്ങളെയാണ് അവർ കൊണ്ടുവരുന്നത്. SLKയിൽ ഏറ്റവും കൂടുതൽ ബ്രസീലിയൻ താരങ്ങളെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു ടീമുണ്ടെങ്കിൽ അതൊരു തിരുവനന്തപുരം കൊമ്പൻസ് തന്നെയായിരിക്കും. മികച്ചൊരു ടീമിൽ തന്നെയാണ് അവർ ഈ വർഷം ഇറക്കുന്നത്. ഉള്ളത് കണ്ണൂർ വാരിയേഴ്സിനെ പറ്റിയാണ്. നമ്മുടെ ആസിഫ് അലിയുടെ കീഴിലിറങ്ങുന്ന കണ്ണൂർ വാരിയേഴ്സും മികച്ചൊരു ഇന്ത്യൻ ടീമും അതുപോലെ തന്നെ വിദേശ താരങ്ങളെ കൊണ്ട് തന്നെ ഇറങ്ങുന്നൊരു ടീമാണ് നമ്മുടെ കണ്ണൂർ വാരിയേഴ്സ് എന്ന് പറയുന്നത്. അവരും നല്ലൊരു ടീമായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്.
അപ്പം ഇതിലേക്ക് കുറച്ച് ടീമുകളുടെ കുറച്ച് പ്രധാനപ്പെട്ട ISL താരങ്ങളെയൊക്കെ പോലുള്ള ISL നിന്ന് വരുന്ന താരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് SLKയെ പറ്റി നമുക്ക് പറയാനുള്ളത്, ടീമുകളെ പറ്റി. അപ്പം മികച്ച ടീമുകളുമായിട്ടാണ് എല്ലാ ടീമും വരുന്നത്. ഏതായാലും ആര് ചാമ്പ്യന്മാരാകുമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യ മത്സരം ഫോർസ കൊച്ചി കാലിക്കറ്റ് FC എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പം നാളെയാണ് മത്സരം നടക്കുന്നത്. പല പ്രമുഖരും അതിനു മുമ്പ് തന്നെ അവിടെ മ്യൂസിക് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. 6 മൈകേറ്റൻ, ഹനാൻ ഷാ, മറ്റ് പ്രമുഖ താരങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. കാലിക്കറ്റ് FC ഫോർസ കൊച്ചി മത്സരത്തിന് ശേഷം മറ്റന്നാൾ ഒക്ടോബർ 3 മലപ്പുറം FCയുടെ മത്സരവും നടക്കുന്നുണ്ട്. ഏതായാലും ഫുട്ബോൾ ആരാധകർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ്. എല്ലാ ടീമുകൾക്കും വിജയാശംസകൾ നിന്നുകൊണ്ട് വീഡിയോ എനിക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫുട്ബോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമായിരിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ്. താങ്ക് യു.